അതെ ഈ കെ മുരളീധരൻ ആരോപിക്കുന്നത് തൃശ്ശൂരിൽ ഡീലാണുള്ളതെന്നാണ്. എന്താ ഡീലാണ്? തൃശ്ശൂരിൽ ഡീലുണ്ടോ ബിജെപിയും സിപിഎം തമ്മിൽ? ഈ കരുവന്നൂർ കേസിൽ നോട്ടീസ് കൊടുക്കൽ മാത്രമല്ലോ, വേറെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം. അത് ശരിക്കും അങ്ങനെ ഒരു ഡീലുള്ളതായിട്ടോ അല്ലെങ്കിൽ എന്താ തോന്നുന്നതായിരിക്കും? അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇഡിയുടെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ പറ. പേടിയുണ്ടെന്ന് തോന്നുന്നു ഈ ഇപ്പോഴും നോട്ടീസ് വരുന്ന ഇഡി. അങ്ങനെയാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ അടുത്തേക്കും നോട്ടീസൊക്കെ വരുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ മുന്നിൽ മുരളിച്ചേട്ടനുമില്ല, കർഷകനുമില്ല. എൻ്റെ മുന്നിൽ സമ്മതിദായകരേ ഉള്ളൂ, ജനങ്ങളേ ഉള്ളൂ, അവരുടെ തൃശ്ശൂരും. അത്രയേ ഉള്ളൂ എൻ്റെ മുന്നിൽ. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പെരിഫറിയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമം അത് തൂക്കിലേറ്റണം. അതങ്ങനെ തന്നെയാണ്. കരുവന്നൂരിലെ ഇവരെ കണ്ണീരിലാഴ്ത്തിയത് ആരാണ്? ഒന്നും അറിയില്ല. ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? സുരേഷിന്റെ അഭിപ്രായത്തിലാണ്. എന്റെ അഭിപ്രായത്തിനല്ലല്ലോ പ്രാധാന്യം, അതാരാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. സിപിഎം കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇത് എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ കരുവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എൻ്റെ ഇടപെടൽ. അവരുടെ പണം തിരിച്ചു കിട്ടണം. അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശയടക്കം അത് ഇന്നത്തെ പ്രാബല്യത്തിൽ എത്രയാണോ അത് അത്രയും തിരിച്ചു കൊടുക്കണം. അതാ പറഞ്ഞു, അവർക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കൊടുത്തില്ലെങ്കിൽ പുതിയ പാർലമെന്റ് വരുന്നതോടുകൂടി അതിനുള്ള ശക്തമായ നിയമം കൊണ്ടുവരാൻ വേണ്ടി പാർലമെന്റിൽ പോരാടും. അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത്. ഈ നേതാക്കൾ കുറ്റക്കാരാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. അതല്ല, ഇതൊരു എന്താണ്, ഒരു എക്കണോമിക് ഫാസിസം ഉണ്ട്. ആ ഫാസിസം തകർക്കണം, തോൽപ്പിക്കണം. ആരാണിത് നടത്തി? സിപിഎം ആണ്. സിപിഎം നേതാക്കൾ നോട്ടീസ് കൊടുത്തിട്ട് തുടർച്ചയായിട്ട് ഇവരൊന്നും ഹാജരാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതെ, അങ്ങനെ തുടർച്ചയായിട്ട് ഹാജരാകാത്തവർ എന്തൊക്കെയായി എന്നറിയത്തില്ല.